2025 ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി നമ്മൾ ഫാമിലി ആയിട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാനൊരു പായം എടുത്തുകൊണ്ടാണ് ഇറങ്ങിയത്. നമ്മൾ പായൊക്കെ എടുത്തുകൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം നമുക്ക് അവിടെ പോയി ഒന്ന് സമാധാനമായിട്ട് മണ്ണിലൊക്കെ ഇരിക്കാം. ഇരിക്കുകയോ കിടക്കുകയോ ഉറങ്ങുകയോ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടി ഈ പാവ് ഉപകാരപ്പെടും. ഷീറ്റ് വേണേലും കൊണ്ടുപോകാം, ഷീറ്റായിട്ട് വേണേലും പോകും. അപ്പോൾ ഇനി പോകുന്ന ഒരു ബീച്ചിൽ ഒരു പായുമായിട്ട് പോവുക. ഈ വർഷത്തെ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ആലപ്പുഴയിലാണ് പോയത്. അപ്പോൾ പേ ആൻഡ് പാർക്കിൽ കൊണ്ടുവന്ന് വണ്ടി ദൂരെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് ഒരു കിലോമീറ്ററോളം നടന്നാണ് പോയത്. ഇരയിലൊന്നും അങ്ങനെ പാർക്കിംഗ് അലൗഡ് അല്ലായിരുന്നു. അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നേരത്തെ തന്നെ ഒരിടത്ത് പാർക്ക് ചെയ്തു. പിന്നെ ഈ കാണുന്ന കൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര റഷ് ആയിരിക്കും അങ്ങോട്ട് പോകുന്നത് കൊണ്ട്. അപ്പോൾ ഇത് എഴിഞ്ഞ് വരുന്ന സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നങ്ങ് സ്ഥലത്തെത്താം. അത് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി എനിക്ക് ട്രിവാൻഡ്രത്ത് പോകുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. അതുകൊണ്ട് നമ്മൾ വീണ്ടും ആലപ്പുഴയിൽ തന്നെ വന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ കരുതരുത് ഞാൻ കേരളത്തിലെ എല്ലാ ജില്ലയിലും പോയി ആഘോഷിച്ചിട്ടുണ്ടെന്ന് ഇല്ല. നമ്മളൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലോ തിരുവനന്തപുരം, കോഴിക്കോടൊക്കെ. അപ്പോൾ തിരുവനന്തപുരം എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു പായം കൊണ്ട് ബീച്ചിലോട്ട് കടന്നു. ഇടയ്ക്കൂടെ കിളിയുടെ സൗണ്ടാണ്, മൈൻഡ് ചെയ്യേണ്ട. ഇത് സ്റ്റാർട്ടിങ്ങിൽ നടന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഇവിടെ എന്തോ ഒരു ഷോയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ആലപ്പുഴ ബീച്ച് ഫെസ്റ്റ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് അത്യാവശ്യം നല്ല തിരക്കുറവായിരുന്നു. എന്നിട്ടും ഇവിടെ ഇരിക്കാതെ ഫ്രണ്ടിലോട്ട് പോകേണ്ട തിരക്കുറവായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടിപ്പോയി. ഞാനും ഈ ഒരു പായുമായിട്ടാണ് എല്ലായിടവും നടന്നത്. അപ്പോൾ കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇതിട്ടതിന് ശേഷം മെസ്സേജ് ചെയ്തായിരുന്നു, സുമി ഞാൻ കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പായം കൊണ്ട് കടന്നുകൊണ്ട് എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്ത വല്ലതും ആയിരിക്കും. ഇവിടെ തന്നെ വന്നിട്ടുള്ള വേറെ ചോദ്യമായിരുന്നു, എങ്ങനെ ഇത്ര ആൾക്കാരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു പായം പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നതെന്ന്. ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ളവർ കാണും, ബാക്കിയുള്ളവർ നമ്മളെ നോക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ നമ്മൾ മെച്യൂരിറ്റി ഒക്കെ ആവുന്ന സമയത്തേക്ക് നമ്മളിതൊന്നും കെയർ ചെയ്യത്തില്ല. ഗസ് നിങ്ങൾ വളർന്ന് മുട്ടങ്കാളയായിട്ടും ഇപ്പോഴും ഇങ്ങനെ ഒരു നാണക്കേടൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതുകൂട്ടൊരു പായം എടുത്തുകൊണ്ട് ഇങ്ങനെ അങ്ങ് നടക്കുക. അതിന് വേണമെന്നില്ല, നിങ്ങൾ എവിടേക്കാണോ ബാക്കിലോട്ട് നിൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. ഐ ഡോണ്ട് കെയർ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി കൊണ്ടുവരിക. നമുക്ക് കുറച്ച് ഗട്ട്സും കുറച്ച് കോൺഫിഡൻസും ഒക്കെ വേണം. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് അതെല്ലാം നമ്മൾ എഴുതി വെച്ചിട്ട് അതെല്ലാം നമുക്ക് മുന്നോട്ട് വരാൻ ശ്രമിക്കുക. അത്രയും നമ്മൾ നടന്ന് ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലൊക്കെ മാറി തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ട് അടുക്കുന്തോറും ഭയങ്കര തിരക്ക് കൂടി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബീച്ച് ഫെസ്റ്റും കൂടെ നേരത്തെ തൊട്ട് നടക്കുന്നത് കാരണം അവിടെ കുറേ റൈഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അത് മരണക്കിണറാണ്. ലാസ്റ്റ് 2023 ആലപ്പുഴയിലായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ ഈ ഒരു വോയിസ് ഓവറൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് അഴീക്കലിലെ കുറേ റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ അടിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തായാലും പോകാനത് വളരെ കാര്യമായിരുന്നു. അങ്ങോട്ട് അടുക്കാനും പറ്റത്തില്ലായിരുന്നു. സോ അതുകൊണ്ട് അടിപൊളി നല്ലൊരു ന്യൂ ഇയർ ആയിരുന്നു ഇന്ന് നമ്മൾ 2025. എനിക്ക് ഈ കാണുന്ന ടൈപ്പുള്ള ഈ റൈഡിലൊക്കെ കയറാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർ കിടന്ന് നിലവിളിച്ച് കൂവിയൊക്കെ ചെയ്യുന്ന റൈഡ്സിലും കാര്യങ്ങളിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മിക്കപ്പോഴും എനിക്ക് ഇങ്ങനത്തെ കമ്പനിയൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് ഈ കിടന്ന് കറങ്ങുന്നില്ല. ഇതിന് കുറച്ചും കൂടെ ഫാസ്റ്റ് കിടന്ന് കറങ്ങും. ആൾക്കാരൊക്കെ ഭയങ്കര കൂലാണ്. 2025 ആവുമല്ലേ, ബീച്ചിൽ പോയി കാലം കൂടെ നനച്ചേക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. അവിടെയും നല്ല അടിപൊളി തിരക്കുണ്ടായിരുന്നു. ഇവിടെ ബീച്ചിൽ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡേഞ്ചറായിട്ട് കിടക്കുന്ന ഒരു സോണാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മാക്സിമം ഇറങ്ങാതെ തന്നെ ഇരിക്കുക. ഇത്രയും ഒരു ഭയങ്കര തിരയും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് കാണിക്കാൻ വലിയ തിരയൊന്നും തോന്നുന്നില്ല, പക്ഷെ നല്ല തിരയുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും തിരക്കുണ്ടായിട്ട് കൂടി അധികം ആൾക്കാരൊന്നും ആ തിരയിലോട്ട് ഇറങ്ങാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അത് എത്ര ഡേഞ്ചർ ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇത്രയധികം ആൾക്കാരുണ്ടായിരുന്നെങ്കിലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് കടലിലോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം നിങ്ങൾ പോകുന്ന സമയത്ത് അങ്ങനെ ഇറങ്ങാതിരിക്കുക. ഞാനിങ്ങനെ കണ്ടോ ജസ്റ്റ് ഒന്ന് കാലിൽ നനച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഇത്തരം അവസരങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അങ്ങനെ നോക്കിയിട്ട് മാത്രമേ ഞാൻ ഇറങ്ങത്തുള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് ഈ ജനക്കൂട്ടങ്ങളുടെ ഇടയിലോട്ട് അങ്ങ് കയറിപ്പോയി. ആദ്യം കണ്ടെടുത്ത് ഒരു തിരക്കും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല തിരക്കും. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ബഹളവും സൗണ്ടും ഒച്ചപ്പാടും ഒക്കെ ഉള്ളടുത്ത് വന്നിരുന്ന് അവിടെ കിടന്ന് അലമ്പതയാണ് ഇഷ്ടം. അപ്പോൾ അവിടെ തന്നെ കൊണ്ടുവന്ന് ഒരു പായം കിട്ടു. അടുത്ത വർഷം കൊടുക്കത്തുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പാവം പിടിച്ച് ചേട്ടൻ വന്നിട്ട് എല്ലാവർക്കും ഇഞ്ചിമുട്ടായി കൊണ്ടുവന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അടുത്ത വർഷം ഇനി കിട്ടത്തോളെ എന്ന് പറഞ്ഞ് ഞാൻ അത് അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 2-3 എണ്ണം. ഈ ഒരു റേഡിൽ കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് തോന്നുന്നു വണ്ടർലായിലുണ്ടോ എന്ന് അറിയത്തില്ല. ഇതുകൂട്ടൊക്കെയുള്ള സാധനങ്ങളിലൊക്കെ സ്പേസ് കണ്ട് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടർലായി കയറിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വള്ളം പോലെ ഇരിക്കുന്നതിനകത്ത് കയറണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ അത് ഇതുവരെ കയറാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കൗണ്ട് ഡൗൺ ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. കയറി നിൽക്കുന്ന ഒരു തെങ്ങുണ്ടായിരുന്നു. അവിടെ ഒരു തെങ്ങെടുത്ത് മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മണ്ടയ്ക്ക് കയറി, അതാകുമ്പോൾ നല്ല ഹൈറ്റ് കിട്ടും. അതിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആലപ്പുഴയിൽ എത്തുന്ന സമയത്ത് ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ന്യൂ ഇയർ അടിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ബലൂൺ പറത്തി വിടുന്നതാണ് കാണുന്നത്. നമ്മൾ എറണാകുളത്തൊക്കെ എന്ന് പറഞ്ഞാൽ പാപ്പാഞ്ഞ് കത്തിക്കുന്നതല്ലേ, ഇങ്ങനെ ബലൂൺ ഇങ്ങനെ പറത്തി വിടുന്നത് എനിക്കറിയത്തില്ല. അങ്ങനെ 3 to 1 നമ്മുടെ 2025 വന്നു. എല്ലാവരും ബലൂൺ പറത്തി വിടുന്ന നിമിഷം കാണാം.
കാണുന്ന സമയത്ത് ഇതിനേക്കൊക്കെ 100 ഇരട്ടി അടിപൊളിയാണ്. ആയിരക്കണക്കിന് ബലൂൺസ് ഉണ്ട്, 1000 അല്ല അതിൽ കൂടുതൽ ബലൂൺസ് ഉണ്ട്. അത് പക്ഷേ നമ്മൾ ഈ ഒരു ക്യാമിനകത്ത് എടുക്കുന്ന സമയത്ത് അത്രത്തോളം ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. ആകാശം ചുറ്റോട് ചുറ്റും നമ്മൾ നോക്കുമ്പോൾ ഫുള്ള് ബലൂൺസ്. ഒന്ന് നോക്കിയേ. ആലപ്പുഴയിലെ ക്രാക്ക് വർക്ക്സ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. 2023 അടിപൊളിയായിരുന്നു. നോൺ സ്റ്റോപ്പായിട്ട് കുറേ നേരം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഭയങ്കര കുറവായിരുന്നു. എനിക്ക് ഭയങ്കര ചിരി വന്നതുകൊണ്ടേ കുറേ പേര് ഇന്ന് കറങ്ങുന്നുണ്ടോ. ഈ ഒരു സമയത്ത് അവർ ഇതൊന്നും കാണുന്നുണ്ടാവാം മേ ബി, പക്ഷെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വല്ലാത്തൊരവസ്ഥയാണല്ലേ. പക്ഷേ ചിലർ അത് എൻജോയ് ചെയ്യുന്നുണ്ടാവും. അതും വേറൊരു എക്സ്പീരിയൻസ്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നത്, ലോങ് വീഡിയോസ് കാണുന്നത് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ്. 10,000-3000 പേര് അത്രയൊക്കെ മാക്സിമം ഉള്ളൂ. ഞാനിപ്പം വളർന്നു വരുന്നതല്ലേ ഉള്ളൂ. 30,000 ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് മാത്രമേ യൂട്യൂബിലുള്ളൂ. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ആണ് കുറച്ചും കൂടെ ഫോളോവേഴ്സൊക്കെ ഉള്ളത്. അപ്പോൾ 2025 നമുക്ക് 1 ലാക്ക് നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂട്യൂബിൽ 1 ലാക്ക് നേടണം, 1 മില്യണിലേക്ക് ആവണം, ഇൻസ്റ്റഗ്രാം 1 മില്യൺ ആവണം, യൂട്യൂബ് 1 മില്യൺ സൂൺ ആവണം. പെട്ടെന്നൊന്നും ആവത്തില്ലായിരിക്കും, പക്ഷേ നമുക്ക് മേ ബി അയക്കാം 1 മില്യൺ ആവണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിലെല്ലാം വലിയ ഒരുപാട് നല്ല ആഗ്രഹങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവും എന്നറിയാം. അപ്പം എല്ലാവർക്കും എല്ലാ ആഗ്രഹങ്ങളും 2025 സാധിച്ചെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ ഒരു നമ്മളുടെ ആകാശത്തോട് നോക്കുന്ന സമയത്ത് ഈ ഒരു പൊല്യൂഷൻ, നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാക്കുന്ന ഈ ഒരു പൊല്യൂഷൻ്റെ കാര്യവും പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ദീപാവലിയുടെ ഒക്കെ ടൈമിൽ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കുറേ പൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും മനുഷ്യർക്ക് ആഘോഷങ്ങളും കൂടെ വേണമല്ലോ. അപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാനും പറ്റില്ല. പക്ഷേ നമ്മൾ പൊല്യൂഷൻ നമ്മൾ ഭൂമിക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നതും ഒരു നെഗറ്റീവാണ്. പക്ഷേ സെലിബ്രേറ്റ് ചെയ്യരുത് എന്ന് പറയുന്നതിനോടും എനിക്കൊരു യോജിപ്പില്ല. അപ്പോൾ നമ്മൾ ദീപാവലിയുടെ അന്നാണെങ്കിലും അതുകൊണ്ട് പട്ടിയുടെ കാര്യങ്ങളൊക്കെ അത് പേടിച്ചു കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാനും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ദീപാവലിക്കും ന്യൂ ഇയറിനും ഒന്നും പടക്കം പൊട്ടിക്കുകയും ഇത് ക്രാക്ക് വർക്ക്സ് ഒന്നും വേണ്ടെന്നൊന്നും പറയുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ ആട്ടവും തുള്ളലും ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് ചേട്ടന്മാരുടെ. ഇവിടെയൊക്കെ നിന്നിട്ട് വീഡിയോസ് ഇവരുടെ എല്ലാം ഇങ്ങനെ പതുക്കെ ഇരുന്ന് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇവരൊന്നും ഇത് അറിയുന്നില്ല. എല്ലാവരും ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ആരും അത് കെയറും ചെയ്യുന്നില്ല. അപ്പോൾ വന്നപ്പോൾ തന്നെ തീരുമാനിച്ചായിരുന്നു എല്ലാവരും പോയി കുറച്ചൊക്കെ ആയതിനു ശേഷം മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. മാക്സിമം നമ്മളിങ്ങനെ ആൾത്തിരക്കുള്ള സമയങ്ങളിൽ ആൾക്കാരൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം മാത്രം പോകാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അപകടങ്ങൾക്കെല്ലാം ചാൻസ് ഉണ്ട്. പക്ഷേ ആൾക്കാർ ഒരുപാട് പേര് പോവാതെ തന്നെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ലാസ്റ്റ് പോലീസ് വന്ന് എല്ലാവരെയും പറഞ്ഞു വിട്ടു. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇത് വ്ളോഗിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്ത് ഫുഡ് വ്ളോഗ്സ് ഒന്നും ഇട്ടില്ല. അതൊരു ഓക്കെ വേണ്ട, ഫുഡായിട്ടുള്ളതൊന്നും വേണ്ട, നമ്മൾ ന്യൂ ഇയർ അല്ലേ, അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ടൊരു വ്ളോഗ് ജസ്റ്റ് ഒരു ഷോർട്സ് മതി എന്നുള്ള തീരുമാനത്തിൽ ഞാൻ എടുത്തിട്ടേ ഉള്ളൂ. എനിക്ക് പ്രായമുള്ളവരും കൈക്കുഞ്ഞുമായിട്ടൊക്കെ ആൾക്കാർ വരുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും പറയും അയ്യോ കൈക്കുഞ്ഞിനെയും കൊണ്ട് വന്നുകൊണ്ട് ഇത്രയും തിരക്കിനിടയിലെന്ന്. പക്ഷേ അതൊരു കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങനെ വന്ന് ആ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന ഡേഞ്ചർ ആണ് എങ്കിൽ പോലും അവർ സ്വന്തം കുഞ്ഞുങ്ങളല്ല, അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുമല്ലോ അങ്ങനെയും വരുന്നത്. അതുകൊണ്ട് പ്രായമുള്ളവരൊക്കെ ഇങ്ങനത്തെ സെലിബ്രേഷനിലൊക്കെ വരുന്ന കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. തിരിച്ചു പോകുന്ന വഴിയിൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വേണ്ട റീഇൻഫോഴ്സ്മെൻറ്റ് കമ്പികളൊക്കെ ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു സെലിബ്രേഷനൊക്കെ നടക്കുന്ന സമയത്തും ഇങ്ങനെ ഒരു വണ്ടിക്കകത്ത് വന്ന് കയറ്റിക്കൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന പാകത്തിൽ കണ്ടോ എല്ലാം കട്ട് ചെയ്ത് അവിടെ വെച്ചപ്പോണ്ട് ന്യൂസും കണ്ടിട്ടുണ്ടായിരുന്നു ഒരു തവണ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയതിൻ്റെ. ഭയങ്കര ലക്ഷ്യമായിട്ടാണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ 2025 എല്ലാവർക്കും ഒരു കളർഫുൾ വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിക്കും അങ്ങനെ ഒരു വർഷം ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിള്ളേരൊക്കെ കുഴഞ്ഞു വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ പോകുന്നു. ടാറ്റാ.